ലൈഫിൽ പേഴ്സണൽ ലൈഫ് നോക്കിയാൽ ഞാൻ അങ്ങനെ തന്നെയാണ്. പേഴ്സണൽ ലൈഫിൽ എൻ്റെ സിനിമ ഒരുപക്ഷെ സൺഡേ ഹോളിഡേയിലോ അല്ലെങ്കിൽ വിജയ് സൂപ്പറിലോ ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പുലർത്തുന്നതോ വിശ്വസിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശ്രീനിയേട്ടൻ ആ സിനിമയിൽ നടക്കുന്ന ഒരു നടപ്പുണ്ട്, കഥ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു നടപ്പ്. അത് ഞാനെന്നല്ല, ഈ അന്ന് സ്ട്രഗിൾ ചെയ്യുന്ന താരതമ്യേന ന്യൂ കമേഴ്സ് എന്ന് പറയാവുന്ന എല്ലാവരും, റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ നടന്നിട്ടുള്ള നടപ്പാണത്. അതുകൊണ്ട് ആ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തുമാത്രം ആളുകളുടെ കോൾസും മെസ്സേജുകളും ആയിരുന്നു അറിയും. ആ ശ്രീനിയേട്ടൻ്റെ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വല്ലാണ്ട്. ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു സംഭവം സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ ഇപ്പോൾ സീരിയൽ കില്ലറിന്റെ കഥ, ഞാൻ ഇന്ന് വരെ സീരിയൽ കില്ലർ അങ്ങനെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മളത് ഉണ്ടാക്കി അല്ലേ, ആൾക്കാരെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ തലവനൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. പക്ഷെ മറ്റേത് കുറെ കൂടെ ഇപ്പോൾ എന്നെ ട്രോളുന്ന ഡയലോഗ്സ്, എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളിൽ അറിയാൻ ശ്രമിച്ചു എല്ലാവരും. അപ്പോൾ തലേദിവസം രാത്രി ഇരുന്ന് ആ വീടിൻ്റെ പടിക്കൽ, അവനവൻ്റെ വീടിൻ്റെ പടിക്കൽ ഇരുന്ന് കണ്ണീർ പൂവിൻ്റെ കവലിൽ തലോടി എന്നുള്ള പാട്ട് പാടിയതിൻ്റെ പേരിൽ അപ്പുറത്തെ വീട്ടിലെ കരമന സുധീർ ഇപ്പുറത്തേക്ക് മതിലിയാടി വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ, ആസിഫ് പോയി നല്ല ഇടിയാക്കിയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അയാളുടെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യ നോക്കിയിട്ടുണ്ട്, അമ്മ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നെക്സ്റ്റ് ആ സീനിൻ്റെ സൊല്യൂഷൻ വേണമല്ലോ. കാരണം ഇനി 3 സീൻ കഴിഞ്ഞ് ഇതേ മനുഷ്യൻ ആസിഫിന്റെ കയ്യിൽ അയാൾ കൊള്ളയടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പണം സമ്പത്ത് മുഴുവൻ കൊടുക്കണം. ഏത് ഇന്ന് രാത്രി അടിയുണ്ടാക്കിയവരാ പരസ്പരം, ഒരു കാരണമില്ലാത്ത കാര്യത്തിന്റെ പേരിൽ. അയാൾ 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത്, വിശ്വസിച്ച് കൊടുക്കാനൊരു ആളുടെ മുഖം ആലോചിച്ചപ്പോൾ നിന്റേതല്ലാതെ മറ്റാരുടെയും മുഖം വന്നില്ല, ഇതോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് സംഭവിക്കണം.